നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? തൈറോയിഡ് മെഡിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ജനറലി കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിറ്റുവേഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് ശരീരത്തിൽ വേണ്ടതിൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ സർക്കുലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം. ഇത് പല കാരണങ്ങളാൽ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിന് തന്നെ പല കാരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ചില മരുന്നുകൾ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ ശരീരത്ത് വേണ്ട അളവിലുള്ള തൈറോയിഡ് ഹോർമോൺ കാണുകയില്ല. അതുപോലെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കഴുത്തിന് റേഡിയേഷൻ എടുക്കുന്ന പേഷ്യൻസിന് ഒരു പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽസ് ബ്ലഡിൽ കുറയുന്ന ഒരു സാഹചര്യം കാണാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻസ് ചിലപ്പോൾ വളരെ ടയേർഡ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ആങ്സൈറ്റി ചിലപ്പോൾ കാണും പേഷ്യൻസിന്, അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ, അതായത് വണ്ണം കൂടിക്കൊണ്ടിരിക്കും, വിശപ്പ് കുറവായിരിക്കും, ഫീമെയിൽസിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതായത് പീരിയഡ്സിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ്, അത് ബ്ലീഡിങ് കൂടാം, ബ്ലീഡിങ് കുറയാം. അത് ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിനെ ആശ്രയിച്ച് ഈ സിംറ്റംസിനകത്ത് വേരിയേഷൻസ് വരാം. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ്, ഇതൊക്കെ ഫീമെയിൽസിൽ തൈറോയിഡ് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാവുന്ന സിംറ്റംസാണ്. അതിന് പുറമെ കണ്ണിൻ്റെ ഐ സിംറ്റംസ് ചില പേഷ്യൻസിൽ കാണും. ചിലർക്കൊരു സ്റ്റെയറിംഗ് ലുക്ക്, തുറച്ചു നോക്കുന്ന രീതിയിലുള്ളൊരു അപ്പിയറൻസ് വരാം. അതുപോലെ സ്കിൻ ചേഞ്ചസ് വരാം. അപ്പോൾ ഇതെല്ലാം തൈറോയിഡ് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മുടെ തൈറോയിഡ് ലെവൽസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ തൈറോയിഡിന് ചെയ്യുന്ന ടെസ്റ്റുകൾ? യൂഷ്വലി നമ്മൾ ചെയ്യുന്ന തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളാണ്. അതായത് T3, T4, TSH. തൈറോയിഡ് ഹോർമോണിൻ്റെ ബ്ലഡിലുള്ള ലെവൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ പരിശോധനയിലൂടെ നമുക്ക് അഡിക്വേറ്റ് അല്ലെങ്കിൽ വേണ്ടത്രയും തൈറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് നോർമൽ ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഈ റിപ്പോർട്ട്സിനെ ആശ്രയിച്ചാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ളൊരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം ഇത് യൂഷ്വലി നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യുന്ന കണ്ടീഷനാണ്. അതായത് മരുന്നുകൾ കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിലുള്ള തൈറോക്സിൻ ഹോർമോൺസിന്റെ അളവ് കൂട്ടാനായിട്ടുള്ള സപ്ലിമെന്റേഷൻ എടുക്കേണ്ടി വരും. ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മരുന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്സ് ആവശ്യമാണ്. അതായത് ഈ മരുന്നെടുത്ത് യൂഷ്വലി 1 month to 6 weeks ഗ്യാപ്പിൽ വെച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ ഹോർമോണൽ ലെവൽ നോർമൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എടുക്കുന്ന ടാബ്ലറ്റ്സ് വെച്ച് ഈ ലെവൽസ് കൺട്രോൾ ആകുന്നില്ലെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.